ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡ്. ഇതല്ലേ ദൈവമക്കളെ ശരിയായ വചന വെളിപ്പാട്, ഇതല്ലേ ശരിയായ കാഴ്ചപ്പാട്. പൗലൂസിന് കിട്ടിയ ഈ കാഴ്ചപ്പാടല്ലേ നമുക്ക് വേണ്ടത്. വാരിക്കോരി കാശ് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദൈവം അനുഗ്രഹിച്ചെന്ന്. നിന്നെ നരകത്തിലേക്ക് വിടാനായിട്ട് സാത്താൻ ചെയ്തതാണെന്ന് ചിന്തിച്ചാൽ മതി, അത് വേറെ കുഴപ്പമൊന്നുമില്ല. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ഹല്ലേലൂയ. യാക്കോബ് എന്താ പറയുന്നത്? അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ വരുന്ന ന്യായവിധിയൊക്കെ കരഞ്ഞു മുറയിടാനാ പറയുന്നേ. അങ്ങനെ കരഞ്ഞു മുറയിട്ടവൻ്റെ ചരിത്രം ലൂക്കോസ് എത്രയിൽ കിടപ്പുണ്ട്? 16 കിടപ്പുണ്ട്. കരയാത്തവൻ അവിടെ കിടന്ന് കരയുക, കാറുക കിടന്നു. ഒരിറ്റ് വെള്ളം ആ ലാസറിൻ്റെ വിരലിൽ മുക്കി എന്നെ ഒന്ന് അയക്കാൻ. ലാസറാണെങ്കിൽ ആ പൊട്ടിയ വ്രണത്തിലിട്ട് മാന്തിക്കൊണ്ടിരുന്ന കൈ അവൻ അങ്ങനെ തന്നെ എടുത്ത് പറയുക, ആ വിരലിൻ്റെ അറ്റം മുക്കി ഇച്ചിരി വെള്ളം എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് അവനെ ഇങ്ങോട്ട് നയിക്കുക. അങ്ങനെ തന്നെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആ വിരൽ വെച്ച് അവൻ്റെ എന്താ പറയുക, ആ ചൊറിയൊക്കെ യോബ് മാന്തിക്കൊണ്ടിരുന്ന പോലെ മാന്തിക്കൊണ്ടിരുന്നതാണ്. ആ മാന്തിക്കൊണ്ടിരുന്ന വിരലിൻ്റെ അറ്റത്തിലുള്ള വെള്ളം അവനിപ്പോൾ വേണം. പട്ടുവസ്ത്രവും ധൂമവസ്ത്രവും ധരിച്ച് സുഖിച്ച് പൊളച്ച് പച്ചവെള്ളം കുടിക്കാതെ കാപ്പിപ്പൊടി കളർ വെള്ളം കുടിച്ച് നടന്നവൻ്റെ ഗതികെട്ട അവസ്ഥ. എന്തൊക്കെ എനിക്കും നിങ്ങൾക്കും ഇത് വരാതിരിക്കാൻ സൂക്ഷിച്ചോ. നമ്മുടെ ആർഭാടമായ ഭൗതികമായ ഉന്നതമായ ജീവിതം ഒന്നും ദൈവാനുഗ്രഹമല്ല, അതൊക്കെ സാത്താൻ്റെ സമ്മാനമാണ് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇന്ന് ആത്മീയഗോളത്തിൽ കുറേ പാസ്റ്റർമാർ കിടപ്പുണ്ട്, പ്രായമുള്ളവർ. അത് കുറേ പേര് ലോകത്തു നിന്നൊക്കെ പോയി. എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അവരെല്ലാം സാധുക്കളായിരുന്നു, ദരിദ്രന്മാരായിരുന്നു, സാധാരണ ജീവിതം നയിച്ചവരായിരുന്നു, കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട തീ പന്തങ്ങളായിരുന്നു, തീ കഷ്ണങ്ങളായിരുന്നു അവർ. ഇന്നവർ ദുരുപദേശത്തിൻ്റെ അടിമകളായി കിടക്കുക. ഡിസ്കോ ഡാൻസ് നടത്തി നൃത്തം ചെയ്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നേ. അതിന് ഓശാന പാടാൻ കുറേ പാസ്റ്റർമാർ, കുറേ ചെറുപ്പക്കാരുണ്ടെന്നുള്ളതാണ് അതിന് കഷ്ടം. ഓട്ടം തുള്ളൽ നടത്തുന്നതും അതും ദൈവസന്നിധിയിൽ ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാടിപ്പുകഴ്ത്താനാ പറയുന്നത്. അതിന് അവരെടുക്കുന്ന വാക്യം ഏതാ? ദാവീദ് പെട്ടകത്തിൻ്റെ മുൻപാകെ പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് തുള്ളിച്ചാടി നൃത്തം ചെയ്തെന്ന്. അത് ദാവീദാ. ദാവീദ് ഏത് കാലത്ത് ജീവിച്ചിരുന്ന ആളാ? ന്യായപ്രമാണ കാലത്ത്. അല്ല പൗലോസും പത്രോസും അതുപോലെയൊക്കെ നൃത്തം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ ദൈവമക്കളെ? ഇല്ല. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്താഗതികൾക്കും നമ്മുടെ നിരൂപണങ്ങൾക്കും ഈ വചനത്തിൻ്റെ വ്യവസ്ഥയിലൂടെ വലിയ മാറ്റം നമുക്കുണ്ടാകണം. ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നത് ജാതികൾക്കുള്ളതാണ്, യഹൂദന്മാർക്കുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ മുൻപിൽ ഒരു മനോഹരമായൊരു കുടുംബമുണ്ട്. അവർ ടീച്ചറുണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. എല്ലാ ആണ്ടിലും ആ ടീച്ചറിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നൊരു സമയം വരും. മനോഹരമായ പാട്ടൊക്കെ പാടി കേക്കൊക്കെ മുറിച്ച് തുള്ളിച്ചാടി ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഈ ടീച്ചറിനിട്ട് ഞാൻ നല്ല 2 അടിയും കൊടുത്തു. ടീച്ചർ ഞെട്ടിപ്പോയി. ടീച്ചറിൻ്റെ ബർത്ത്ഡേക്ക് പാട്ടുപാടി സന്തോഷിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. സന്തോഷം. ടീച്ചർ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലെ ഈ വാക്യമെടുത്ത് വായിച്ചു നോക്കണം. ടീച്ചർ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ തെറ്റിപ്പോയി. എങ്ങനെയുണ്ട്? കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ടീച്ചർ പറയുക, ഇപ്പോഴാണ് ആ ടീച്ചറിന് ആ വചനത്തെക്കുറിച്ച് ബോധ്യം വന്നത്. അവരുടെ പാസ്റ്റർ ഇൻ്റർനാഷണൽ പാസ്റ്റർ, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും വലിയ പാസ്റ്റർമാരാണ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുതിയ നിയമത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് പകർന്നു കൊടുക്കാതെ ദിവസങ്ങൾ, മാസങ്ങൾ, കാലുകൾ, ആണ്ടുകൾ, ബർത്ത്ഡേയും ഡെത്ത് വെഡ്ഡിങ് ഡേയും ഇതൊക്കെ അടിമത്വമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പെന്തക്കോസ്താർ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ. എന്നോടവർ ക്ഷമായാചനം ചെയ്തു. എനിക്കിതൊന്നും അറിയത്തില്ല പാസ്റ്ററേ. പിന്നെ അവർക്ക് എന്തറിയാം? അവരൊരു അഡ്മിഷൻസ് ആയിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായിരുന്ന ഒരു വ്യക്തി ഈ പ്രവൃത്തി ചെയ്തപ്പോൾ ഞാനത് കണ്ടു വേദനിച്ചു. മെഴുകുതിരി
കേക്കിലേക്ക് കുത്തി കയറ്റി തീ കൊളുത്തി ഊതി അണച്ച് കേക്ക് മുറിച്ച് അച്ചിയുടെ വായിലും അച്ചി പാസ്റ്ററിൻ്റെ വായിലും മറ്റുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് തിന്ന് കയ്യും കൂട്ടി ഹാപ്പി ബർത്ത്ഡേ അടിച്ചു പോയപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററേ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അവരുടെ പ്രസംഗങ്ങൾ കേട്ടു കഴിഞ്ഞാൽ മരം ചാഞ്ഞു വരും. കേരളത്തിലെ സ്പർജൻ എന്നാണ് അവരതിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ആ പ്രാസംഗികനെ. കാര്യമൊക്കെ ബിഗിനിങ് സമയത്തൊക്കെ നല്ല പ്രാസംഗമൊക്കെ കാര്യമൊക്കെ ശരി. ഗ്രീൻ വിസയൊക്കെ കിട്ടിയപ്പോൾ സംഭവം മാറി. ഇന്നിവിടെ കാണുന്ന ആളെ നാളെ അമേരിക്ക കാണുന്നൊരു സ്റ്റേജ് വന്നപ്പോൾ സംഭവം മാറി. അതുകൊണ്ടാണ് ധനവാനെ കുറിച്ച് പറഞ്ഞത്, ധനവാനും ഒട്ടകത്തിൻ്റെ ഉമ പറഞ്ഞത്. ധനവൻ സ്വകാര്യത്തിൽ കിടക്കുന്ന ഒട്ടകം സൂചിക്കുഴി കിടക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. അതിന് ഈ സൂചിക്കുഴയാണ്, ആ കുഴയാണ്, ഈ കുഴയാണെന്നും പറഞ്ഞ് തെറ്റായ വ്യാഖ്യാനം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, സക്കായി എടുത്തിടും. സക്കായി എന്ത് ചെയ്തു? വലിയ ധനാഢ്യനായിരുന്നു. കർത്താവിനെ കണ്ടെത്തിയപ്പോൾ എന്ത് ചെയ്തു കർത്താവ്? സക്കായി സ്വത്ത് പകുതി തരത്തിൽ കൊടുത്തു. പിന്നെ ചതിച്ചു വാങ്ങിയത് 4 മടങ്ങ് കൊടുത്തു. സക്കായി ക്ലീനായി. ഉണ്ടാക്കി വെച്ചാൽ മുഴുവൻ പോയി. പിന്നെ പൗലോസ് പറഞ്ഞ പോലെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ ആ പരുവത്തിലായി. അങ്ങനെ സക്കായി രക്ഷപ്പെട്ടു. ഇവനും അബ്രഹാമിൻ്റെ സന്തതി. അതുകൊണ്ട് ഇന്നും ഈ വീട്ടിൽ രക്ഷ വന്നുവെന്ന് കർത്താവ് പറഞ്ഞു. കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് ആ വിഷയത്തോടനുബന്ധിച്ച് കർത്താവ് പറയാനിടയായി. സക്കായിയുടെ പേര് ആധാർ കാർഡിലും റേഷൻ കാർഡിലും എല്ലാ ഡോക്യുമെൻസിലും ഉണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിൽ ഇല്ലായിരുന്നു. യേശുവിനെ കണ്ടെത്തിയപ്പോൾ സക്കായിയുടെ സാമ്പത്തിക വിഷയത്തിലൊരു വലിയ ക്രമീകരണം സക്കായി വരുത്തി. അതോടെ സക്കായി നിത്യത പ്രാപിക്കാനുള്ള യോഗ്യത പ്രാപിച്ചു എന്നല്ലേ ആ ഭാഗത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അതിനെ വളച്ചുടച്ച് അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറയുന്ന കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടകന്മാരെയും സൂക്ഷിച്ചു കൊള്ളുക. ഞാനിവിടെ വായിച്ചു നിർത്തിയ വാക്യം, അതിലേക്ക് ഞാൻ വരിക. ഏതാ വാക്യം? 7 കൂട്ടം കാര്യങ്ങൾ പൗലൂസിനുണ്ടായിരുന്നു. അതെല്ലാം ക്രിസ്തു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായി? സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണാനിടയായി തീർന്നു. അതിൻ്റെ കണ്ടിന്യൂഷനും കൂടി വായിക്കാം. വായിച്ചു നിർത്തിയ എൻ്റെ ഫിലിപ്പിയ ലേഖനത്തിൽ അത്രയുമല്ല. അപ്പൊ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലോകത്തിന്റെ ജ്ഞാനമല്ല കേട്ടോ. അത് ചിന്തിക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണേ. ലോകത്തിന്റെ ജ്ഞാനമല്ല. ഈ ലോകത്തുള്ള സകല ജ്ഞാനങ്ങളും അരച്ചു കുടിച്ച് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ ഇത് കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോളം. ലോകത്തിന്റെ ജ്ഞാനമല്ല. ഇവിടെ പൗലോസ് പറയുന്ന ജ്ഞാനം ഏതാ? കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള അവിടെ നിൽക്കട്ടെ. കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഈ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ കുറെ ലോകത്തിന്റെ അറിവ് നേടി പ്രസംഗപീഠത്തിൽ ആ അറിവുകളെല്ലാം അങ്ങോട്ട് കുടഞ്ഞിടുമ്പോൾ ഓഡിയൻസ് പറയുന്നത് എന്താ? ഇതുപോലൊരു പാസ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുപോലൊരു പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടില്ല. വട്ടപൂജ്യമാണത്. ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കേ. ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അതാണ് നമുക്ക് വേണ്ടത്. 2 കൊരിന്ത്യർ 2:20 വായിച്ചേ. 2 പത്രോസ് 2:20. 2 പത്രോസ് 2:20 ഈ വാക്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ലിങ്ക് ചെയ്ത് പഠിക്കുന്ന ഒരു വാക്യമാണ്. വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 2 പത്രോസ് 2:20 തെറ്റിച്ചു കഴിഞ്ഞാൽ വിടത്തില്ല ഞാൻ. എനിക്ക് കാണാപ്പാടാണ് ആ വാക്യങ്ങളൊക്കെ. 2 പത്രോസ് 2:20. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉള്ളിൽ വരുമ്പോഴാണ് ലോകത്തുള്ളതെല്ലാം ചപ്പന്നും ചവറൊന്നും നമുക്ക് എണ്ണാൻ പറ്റുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വരാത്തിടത്തോളം കാലം ലോകത്തെ കാര്യങ്ങളെല്ലാം വലുതാണ് വലുതാണ് വലുതാണ്. അതല്ലേ ഇവിടെ സാംസന്റെ ഒക്കെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിന്ദിക്കപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ ത്യജിക്കപ്പെട്ടവരായിരുന്നു, മൂലക്കല്ലിനെ പോലെ ഞങ്ങൾ കളഞ്ഞിട്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ ആ കല്ലിനെ ദൈവം അങ്ങെടുത്ത് ഉയർത്തി എന്ന് അവർ പറയുന്നേ. അതിന് വേറെ ഏതെങ്കിലും പദം പറഞ്ഞാൽ മതി. വചനത്തെ ഒന്നും എടുത്ത് കോട്ടിക്കളയണ്ട. വചനത്തെ കോട്ടിക്കളയുന്നവൻ അതിന് ഉത്തരവാദി എന്നാ കർത്താവ് പറഞ്ഞേ.
എല്ലാവരാലും ത്യജിക്കപ്പെട്ട് കിടന്നു സാംസൺ. എന്നാൽ ഇപ്പോൾ ഒരു ഉന്നതിയിലേക്ക് വരാൻ ഇടയായി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. അല്ല, മൂലക്കല്ല് സാംസനാണെന്നും പിന്നെ ആ സഹോദരി പറഞ്ഞ എന്താ, യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നും വചനം തന്നെന്നും അതുകൊണ്ട് ഞങ്ങൾ അടിച്ചപ്പോൾ ജയിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വെറും ബാലിശമാണ്. അത് കേട്ട് പാസ്റ്റർമാർ കിടന്ന് തുള്ളരുത്, അവർക്ക് ഓശാന പാടരുത്. അത് നിമിത്തം അവരും നിങ്ങളും അടിമത്വത്തിലേക്ക് പോകുക. അപ്പോൾ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടാനുള്ള കാരണം എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉള്ളിൽ വന്നപ്പോൾ. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ പറഞ്ഞത്? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്നെണ്ണിയായി. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഛേദമെന്നെണ്ണി. അത്രയുമല്ല, ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു ആദ്യം, രണ്ടാമത് എണ്ണുന്നു. അത്രയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഞാൻ ഇപ്പോൾ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ദൈവവചനത്തിൻ്റെ പരിജ്ഞാനവും ആത്മീകമായ ജ്ഞാനവും സ്വർഗീയമായ ജ്ഞാനവും നമ്മുടെ ഉള്ളിൽ കയറുമ്പോഴാണ് ലോകത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നത്. അല്ലാത്തിടത്തോളം കാലം കഴിയില്ല. പ്രിയപ്പെട്ടവരെ, എന്തോ സംഭവമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞിരുന്നിരുന്ന് നമ്മൾ നശിച്ച് നരകാഗ്നിയിലേക്ക് പോകും. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ വ്യവസ്ഥ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ പ്രവേശിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഗലാത്യ ലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേയും ഇന്നത്തെ ഡെത്ത് ഡേയും ഇന്നത്തെ വെഡ്ഡിങ് ഡേയും ഇന്ന് കാണുന്ന ലോക മനുഷ്യർ ആഘോഷിക്കുന്ന ദിവസങ്ങൾക്കുള്ള പ്രാധാന്യതയുടെ ആഘോഷങ്ങളൊക്കെ ദൈവമക്കൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അതൊന്നും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്. എന്നിട്ട് പോയിരുന്ന് പാട്ടും പാടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. വെള്ളിയും വെളിയും ഇല്ലാത്ത പോക്കാണല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എങ്ങനെയും പോകാം. പക്ഷേ യഥാർത്ഥമായി ഉപദേശം പഠിച്ചനുസരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വചനവിരുദ്ധമാണ്, ഇതെല്ലാം അടിമത്വമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ എന്ന് ഭയപ്പെടുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരാം, വിഷയത്തിലേക്ക് വരാം. 12. ആമേൻ. അപേക്ഷിക്കുന്നു, ചെയ്തിട്ടില്ല. ആമേൻ. സംഗതി വന്നു, അറിയുന്നുവല്ലോ. ആ ആ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ആ ആ അവർ നിൽക്കട്ടെ. പൗലൂസിന് വന്ന ഒരു രോഗത്തിൻ്റെയോ ഒരു പ്രയാസത്തിൻ്റെയോ അനുഭവമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അത് ചരിത്രം അതിനെ വിവിധ നിലയിൽ പറയുന്നുണ്ട്. ക്യാൻസർ ആണെന്ന് പറയുന്നുണ്ട്, മറ്റു പല രോഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. എന്തുമാകട്ടെ, പൗലൂസ് ഒരു പക്ക രോഗിയായി ഗലാത്യ സഭയിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ഒരു ദൂതനെ പോലെ പൗലൂസിനെ കെയർ ചെയ്തു. ആര്? ഗലാത്യ സഭ. ആ വിഷയം പറയുക, ക്രിസ്തുവിനെ പോലെയോ കൈക്കൊള്ളുക അത്ര തന്നെ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് തരുവാൻ എനിക്ക് മനസ്സിലായി. അപ്പോൾ പൗലൂസിൻ്റെ ഈ ഗലാത്യയിലുള്ള വിശ്വാസികളുടെ കണ്ണ് പോലും ചൂന്ന് പൗലൂസിന് കൊടുക്കാൻ, കണ്ണസുഖമാണെന്ന് വേറൊരു കാര്യം അവർ പറയുന്നുണ്ട്, കണ്ണിന് വന്ന മഹാരോഗമാണെന്ന്. ഒരു കണ്ണ് ചൂന്ന് തരാൻ പോലും നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ വരിക. വായിക്കാം 14-ാം വാക്യം. ആ ആ നന്ദിയല്ല, നിന്നയോ. ആ ആ ആ ആ അടുത്ത ആ ആ ആ ആ സാക്ഷി. ആ ആ ഈ വാക്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഈ വിഷയം പറയുമ്പോൾ പലർക്കും അത് നമ്മൾ ശത്രുവായിട്ട് കാണാനിടയായിത്തീരില്ല. കാരണം വചനത്തിലെ കാര്യങ്ങൾ തുറന്നു വയ്ക്കുമ്പോൾ നിങ്ങളെന്തിനാ ശത്രുവായിട്ട് കാണുന്നേ? നിങ്ങൾക്ക് ക്രമീകരണം പ്രാപിച്ച് നിങ്ങളൊരു യഥാർത്ഥ ഒരു ഭക്തിയുടെ അനുഭവത്തിലേക്ക് വന്ന് നിത്യത പ്രാപിക്കാനായി പറയുന്നേ. നിങ്ങൾക്ക് കുറേ പണം ഉള്ളതുകൊണ്ട്, നിങ്ങൾ കുറേ വലിയ ആളായതുകൊണ്ട് പറഞ്ഞ് നിങ്ങളെ അവഹേളിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സ്ഥാനമാനങ്ങളോ ദൈവരാജ്യം പ്രാപിക്കാൻ തടസ്സമാണെങ്കിൽ അത് വലിച്ചെറിഞ്ഞു കളാം. പൗലോസ് അതല്ലേ ചെയ്തത്. ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ യഹൂദ
ഒരു റബ്ബി ആയിരുന്ന യഹൂദ റബ്ബിയുടെ സ്ഥാനമാനങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞില്ലേ? സ്വത്രം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു സാധാരണ മനുഷ്യനായി മുക്കുവന്മാരോടുകൂടെ ചേർന്നില്ലേ? ഞാനും സൗരന്മാരെ നിങ്ങളുടെ വന്നപ്പോൾ വചനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വൈഭവം കൂടാതെ എത്രയും നിങ്ങളുടെ വന്നത്? എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ന്യായപ്രമാണത്തിൻ്റെ അതിഗായകനായ ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം മുഴുവൻ മുടിനാറി ഈറി പഠിച്ച പൗലൂസ് പറയുന്നു, എനിക്കിപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി, എനിക്ക് ന്യായപ്രമാണം അറിയണ്ട. ന്യായപ്രമാണത്തിൽ രക്ഷയില്ല. അത് ക്രിസ്തുവിൻ്റെ പ്രമാണം വരുന്നതുവരെ കൊടുത്തൊരു ടെമ്പററി ലോയാണ് മൊസൈക്ക് ലോ. ക്രിസ്തുവിൻ്റെ പ്രമാണം വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ന്യായപ്രമാണം നടത്തുവാൻ ഒരു ശിശുപാലകനായി വന്നു എന്ന് ഗലാത്യ ലേഖനം. അത് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ശിശുപാലകൻ മാറി, ന്യായപ്രമാണം തീർന്നു. ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്താനുള്ള വളർച്ചയുടെ ഘട്ടത്തിലായപ്പോൾ ന്യായപ്രമാണം അസാധുവായി. ഇനി ഞാൻ ആണ്ടുകളും മാസങ്ങളും കാലങ്ങളും ഒന്നും പ്രമാണിക്കണ്ട. യഹൂദൻ ആചരിച്ച പെസഹയൊന്നും ഞാൻ ആചരിക്കണ്ട. യഹൂദൻ്റെ പെസഹയ്ക്ക് പകരം നമുക്ക് കർത്താവിൻ്റെ മേശയിലെ തന്നേക്കുന്നേ. ഇതൊക്കെ വകതിരിച്ച് മനസ്സിലാക്കാതെ ഗലാത്യ ലേഖനം പഠിക്കാതെ പാസ്റ്റർമാരാകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പാസ്റ്റർ ആകണമെങ്കിൽ ഗലാത്യ ലേഖനം പഠിച്ച് ആ ഉപദേശം ശരിക്കും മനസ്സിലാകണം. ഇന്ന് സഭ ന്യായപ്രമാണത്തിൻ്റെ അടിവ് നൂത്തി കിടക്കുക. 1 തിമോഥെയോസ് 1:8 മുതലുള്ള വാക്യം ഇവിടെ. ഇപ്പോൾ 1 തിമോഥെയോസ് 1:8 മുതൽ വാക്യം. ന്യായപ്രമാണമോ എന്ന് തുടങ്ങിയ വാക്യം ഒന്ന് വായിച്ചു കേട്ടോ നിങ്ങൾ. എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നേ? 1 തിമോഥെയോസ് 1:8 മുതൽ ന്യായപ്രമാണമോ, നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പുതുഗന്ധാക്കൾ, മാതുഗന്ധാക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമതിനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായി മറ്റേതിനുമത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ. ന്യായപ്രമാണം നല്ലത് തന്നെയെന്ന് പറയും. ന്യായോചിതമായി ഉപയോഗിക്കണം. അത് നീളാണ് പൊരുളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ന്യായപ്രമാണം നീളാണ്, ഇത് പൊരുളാണ്. അത് ദുഷ്ടന്മാർക്ക് നീതിമാൻ അഭക്തർക്കും വെച്ചിരിക്കുന്നതാ. അതിൽ എഴുതി എത്ര കൂട്ടം കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നേ. ഇപ്പം ന്യായപ്രമാണം ഇല്ലെങ്കിൽ എന്നോട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ച കാര്യമാണ്. എൻ്റെ സ്റ്റുഡൻ്റ് അല്ല, ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കോളത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, കോപ്പിയടി വീരനായിരുന്നു അവൻ. പിന്നെ എവിടെയെങ്കിലും വെച്ച് ഞാൻ കണ്ടിട്ടില്ല ഇത്. എന്നോട് ചോദിക്കുക, സാമച്ചാൻ ഇപ്പം പുതിയ നിയമമാണ് പ്രസംഗിക്കുന്നതെന്ന് കേട്ടല്ലോ. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ ഞാൻ പ്രസംഗിക്കേണ്ടത് ചോദിക്കുന്നതിന് ആൾ തലമുട്ട. പുള്ളിക്കറിയാം തന്നെ അടുത്ത് നിന്നാൽ വട്ടമായി പോകത്തില്ലെന്നറിയാം. അതുകൊണ്ട് ചോദിച്ചിട്ട് പുള്ളി തലമുട്ടതാണ്. ഈയിടയ്ക്ക് ഒരു സഹോദരനെ വിളിച്ചു, ഈ ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയാം, എൻ്റെ ഫോണിലെ ചാർജ് തീരാൻ പോളെ നിർത്തിക്കോട്ടെ. നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ചുമ്മാ പറയുക. കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാനുള്ള സഹനശക്തിയില്ല. അതൊന്നും കേട്ട് മനസ്സിലാക്കാനുള്ള കഴിയുന്നില്ല. എന്താണ് ഈ പറയുന്നത്? ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി എന്ത്? പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥിതി എന്ത്? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ളതല്ലേ ന്യായപ്രമാണം. ഹല്ലേലൂയ. പൗലൂസ് ന്യായപ്രമാണത്തെ തിരുത്തി പുതിയ നിയമ പ്രമാണം സ്ഥാപിച്ചപ്പോൾ പൗലൂസ് ഗലാത്യ സഭയ്ക്ക് ശത്രുവായി. ഇന്നും അത് തന്നെയല്ലേ. ഒത്തിരി ശത്രുക്കൾ എനിക്ക് ആത്മീയഗോളത്തിലുണ്ട്. എനിക്കതൊരു വിജയമേ അല്ല. കാരണം അവരുടെ ഒന്നും ചെലവിലല്ലല്ലോ നമ്മൾ കിടക്കുന്നത്. നമ്മൾ അധ്വാനി ജീവിക്കുകയല്ലേ. ആരുടെയും ചെലവിലല്ല നമ്മൾ കിടക്കുന്നത്. നമ്മൾ അധ്വാനിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യം വിളിച്ചു പറയുമ്പോൾ ശത്രുവായി പോകും. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ശത്രു മനോഭാവം വരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു മിത്രമായി കണ്ട്, ഒരു ആത്മീക സഹോദരനായി കണ്ട്, അല്ലെങ്കിൽ ഒരു കർത്താവിൻ്റെ എളിയ ദാസനായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു പ്രവചന ശബ്ദമായി കണ്ടുകൊണ്ട് നിങ്ങൾ ഈ വചനങ്ങൾ ഏറ്റെടുത്ത് അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നിത്യതയ്ക്ക് പോകാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിത്യതയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. ഇന്ന് ആത്മീയ കോണത്തിൽ കാണുന്നത് മുഴുവൻ നല്ലൊരു ശതമാനവും ദുരാചാരങ്ങളാണ്. വചനവ്യവസ്ഥപ്രകാരമുള്ള കാര്യങ്ങളല്ല. സഭ അതിൻ്റെ യഥാർത്ഥ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാനും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്.
യഥാർത്ഥ റൂട്ട് വിട്ടു പോയിക്കൊണ്ടിരിക്കുക. യഹൂദനും അറബികളെയും കൂടെ കിടന്ന് തമ്മിൽ തല്ലുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രയേലും ഇറാനും കൂടി കിടന്ന് തമ്മിൽ തല്ലുന്നു. ഇവർ ഏത് വ്യവസ്ഥയിൽപ്പെട്ടവരാ? രണ്ടുപേരും ന്യായപ്രമാണത്തിൽപ്പെട്ടവർ. യഹൂദനും ന്യായപ്രമാണത്തിൽപ്പെട്ടവരാണ്. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരും അവരും ന്യായപ്രമാണത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളാണ് ചെയ്യുന്നു. കൈ കഴുകുന്നു, കാല് കഴുകുന്നു, ജഡിക ശുദ്ധി വരുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അവരും അത് തന്നെ ചെയ്യുന്നു. അവരുടെ പ്രമാണം എന്താ? കണ്ണിൻ്റെ കണ്ണ്, പല്ലിൻ്റെ പല്ല്. അത് രണ്ടും കൂടി കിടന്ന് അടിക്കുന്നു. അതിനിപ്പോൾ എന്നാ കാര്യം? ഇതിൻ്റെ ഇടയിൽ അച്ചായൻ കയറിയിരിക്കുക, ട്രംപ് അച്ചായൻ. അച്ചായനും വെളിവ് കേട്ടവനാണ്, ആത്മീയനാണെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. വേദോസ്തം കയ്യിലെടുത്ത് പൊക്കി പിടിച്ചിട്ട് പറയും വേദോസ്തം ഇതാണ് സത്യം, ഇതാണ് സത്യം എന്നൊക്കെ പറയും. ഇതുപോലെ ഇയാളുടെ തലയിലുണ്ട്. ഇയാളുടെ തലയിലുള്ളത് വെനസ്വേലയെ പിടിച്ചെടുക്കുക, പിന്നെ ഇനി മറ്റു പല രാജ്യങ്ങളെ പിടിച്ചെടുക്കുക, എല്ലാത്തിനെയും പിടിച്ചെടുക്കുക. ഇതൊക്കെയാണ് ആത്മീയമാണ്. ഇതൊക്കെ അതിൽ ഓശാന പാടാൻ കുറേ ബന്ധക്കോസുകാരും ട്രംപ് ബന്ധക്കോസുകാരനാണ്. ഒരു ബന്ധക്കോസ് ചൂതാട്ടക്കാരനും ജഡീകനുമാണ്. ഈ രണ്ട് ഗ്രൂപ്പിനേക്കാളും വഷളനാണെന്ന് പറഞ്ഞാൽ അതിലും കുഴപ്പമില്ല. പിന്നെ ക്രിസ്ത്യാനികളോടുള്ള സ്നേഹമുണ്ട്. ക്രിസ്ത്യാനികൾ ആരെങ്കിലും തല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ പുള്ളി സഹിക്കില്ല. അതൊക്കെ. അതുകൊണ്ട് എന്താ കാര്യമെന്നേ? പ്രമാണം അനുസരിക്കണ്ടേ? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്ന് പറയുന്ന ഇറാനികളും ഇസ്രയേലുകാരും തമ്മിൽ തല്ലിയാൽ അത് അതിശോക്തിയില്ല. അതിപ്പോൾ തുടങ്ങിയതല്ലല്ലോ ഇത്. നമ്മൾ ആ പഠനത്തിലേക്ക് വരുന്നുണ്ട്. അബ്രഹാമിൻ്റെ കൂടാരമായ ആ കൊച്ചു കൂടാരത്തിൽ ഹാഗാറിൻ്റെ മകനായ ഇസ്മയേലും സാറയും സാറയുടെ മകനായ ഇസഹാക്കും അബ്രഹാമും എല്ലാം കൂടി ഒരു കൂടാരത്തിൽ താമസിക്കുമ്പോൾ അവിടെ തുടങ്ങിയ തല്ലാണിത്, അവിടെ തുടങ്ങിയ വൈര്യമാണിത്, അവിടെ തുടങ്ങിയ ശത്രുതയാണിത്. ഇസ്മയേലിന് 13 വയസ്സും ഇസഹാക്കിന് 4-5 വയസ്സുമാണെന്നൊക്കെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അവർ പറയുന്നത് നമ്മൾക്കറിയാവുള്ളൂ. അന്ന് ഇവ കൊച്ചിനെ ഉപദ്രവിക്കുമായിരുന്നു. ആര്? ഏത് കൊച്ച്? ഹാഗാറിൻ്റെ മകനായ ഇസ്മയേൽ ഇസഹാക്കിൻ്റെ സാറയുടെ മകനായ ഇസഹാക്കിനെ ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവം സഹിക്കാതെ വന്നപ്പോഴാണ് സാറ എന്ത് പറഞ്ഞത്? അബ്രഹാമിനോട് എന്ത് പറഞ്ഞു? പറ, എല്ലാം വായിക്കാറുണ്ടോ പുസ്തകം? അവനെയും കൊച്ചിനെ എന്ത് ചെയ്യുക? പുറത്താക്കാൻ പറഞ്ഞു. അവൻ കൊച്ചിനെ കൊന്നുള്ള ഇവിടെ ഇരുന്ന അങ്ങനെ പിടിച്ച് പുറത്താക്കിയത്. മനസ്സിലാവുണ്ടോ ഇതൊക്കെ? ആ ഉപദ്രവമാണ്, ആ വൈര്യമാണ് നൂറ്റാണ്ടുകൾ BC AD ആ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വൈര്യം തീർന്നിട്ടില്ല. ഇതൊട്ട് തീരാനും പോകുന്നില്ല. ഇത് കർത്താവ് ഒന്ന് സഭയെടുത്തിട്ട് ഈ രണ്ട് കൂട്ടരെയും കൂടി തല്ലി ഒതുക്കി കർത്താവ് കൈകാര്യം ചെയ്തോളും. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ പരിധിപ്പെട്ട വിഷയങ്ങളാണ്. ഇത് നമ്മളാരും ചെയ്തതിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നുമല്ല. പണ്ട് പിതാക്കന്മാർ ചെയ്തു വെച്ചതിൻ്റെ പ്രത്യാഘാതങ്ങളും ഒക്കെയാണ്. ഇത് നമ്മൾ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോയും വേണ്ട. ഇസ്രായേലിൻ്റെ സമാധാനത്തിൽ പ്രാർത്ഥിക്കാൻ വചനം പറയുന്നുണ്ട്. നമ്മളത് ചെയ്താൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അതിനാണ് ഞാനിത് വളരെ സവിസ്താരമായി ഗഹനമായി നിങ്ങളോട് വചനത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞുകൊണ്ട് ശത്രുവായി പോകരുതാരും. വചനത്തിൻ്റെ സത്യങ്ങൾ തുറന്നു വയ്ക്കുമ്പോൾ ശിരസ് നമിച്ചത് ഏറ്റെടുത്ത് അതിനനുസരിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നമ്മൾ നശിച്ചു പോകും. സത്യമെന്നുള്ളത് അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശമാണ്, പഥ്യവചനമാണ്, സത്യവചനമാണ്. സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയോ? അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്ത് അടച്ചു കളയുവാൻ ഇച്ഛിക്കുന്നത് അത്രേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നല്ലത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ അവൻ്റെ അടുക്കൽ ഇരുന്നുവെങ്കിൽ, എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ വളരെ വലുതാണ്. ഈ യഹൂദ മതത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാനായിട്ട് കുറേ എരിവ് കാണിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് പറയുക, ആ എരിവ് കാണിക്കുന്നത് നിങ്ങളെ അടിമനുഖത്തിൽ അടച്ചിടാനാണെന്നാണ് പൗലോസ് പറയുന്നത്. ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. അടിമനുഖത്തിൽ അടച്ചിടാനായിട്ടാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിനെക്കുറിച്ചൊരു വാക്ക്
ഗലാത്യർ 3:22. ആ ആ ആ തിരുവഴുത്ത് ന്യായപ്രമാണം പാപത്തിന് കീഴിൽ അടച്ചിടുക ചെയ്തത്. ന്യായപ്രമാണം നമ്മളെ പാപത്തിന് കീഴിൽ അടച്ചിടുക ചെയ്തത്, നമ്മളെ ബന്ധിച്ചിടുക ചെയ്തത്. അതല്ലേ നമ്മളിവിടെ വായിച്ചത്. ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി, അടച്ചിട്ടിരുന്നവരെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വാതന്ത്ര്യപ്പെടുത്തി. ആ സ്വാതന്ത്ര്യപ്പെടുത്തവർ പിന്നെയും ന്യായപ്രമാണത്തിലേക്ക് പോകുമ്പോഴാണ് ഗലാത്യർ 3:1-2 വാക്യത്തിന്റെ പ്രസക്തി. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാണ്. യേശുക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് ഉപദേശം പ്രസംഗിച്ചു കൊണ്ടുവന്നവരെ പിന്നെയും വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വലിച്ചു കൊണ്ടുപോകുന്ന പൈശാചിക പ്രവൃത്തിയെ ശുദ്രപ്രയോഗമായിട്ടാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. പാസ്റ്റർമാരുടെ കണ്ണിൽ ഇതൊന്നും തെളിഞ്ഞു വരാറില്ല. കാരണം പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ കിടന്നപ്പോൾ പൗലോസിന്റെ കണ്ണിൽ എന്തിരുന്നു? ചെതുമ്പലിരുന്നു. സ്കൂളിൽ പോകാത്ത അനന്യാസ് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പല് തറയിൽ വീണു. പൗലൂസിന് ന്യായപ്രമാണത്തിന്റെ ചെതുമ്പൽ പോയപ്പോൾ ക്രിസ്തു ദർശനം കിട്ടി. ക്രിസ്തുവിനെ കുറിച്ച് അന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് പലരുടെയും കണ്ണിൽ ഈ ചെതുമ്പൽ ഇരിക്കുക. അതുകൊണ്ട് സങ്കീർത്തന വായനയും പാട്ടും പാടി പ്രാർത്ഥിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവരുടെ ഉപദേശം കേട്ടവരൊക്കെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ പാപത്തിന്റെ കീഴിൽ അടച്ച് കെട്ടപ്പെട്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായി കിടന്ന് കർത്താവിന്റെ വരവിൽ കൈയിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലായി പോകും. അപ്പോഴും മനസ്സിലാകും നമ്മൾ ഈ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണ്. ന്യായപ്രമാണം അടിമനുഖമാണ്. ന്യായപ്രമാണം ആദ്യപാഠമാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. ശരിക്ക് പഠിച്ചോണം. 1 തിമോഥെയോസ് 1:8 മുതൽ 8, 9, 10 വാക്യങ്ങൾ. അതാണ് ന്യായപ്രമാണം. ഗലാത്യ ലേഖനത്തിൽ ന്യായപ്രമാണം യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുന്ന ശിശുപാലകനായിരുന്നു. ശിശുപാലകനായി ഭവിച്ചു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ, വളർച്ച പ്രാപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തു യേശുവിൽ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി. ക്രിസ്തുവിനോട് കൂടിയ സ്നാനം ചേരുവാൻ സ്നാനമേറ്റ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരായി. അതിൽ യഹൂദനും യവനനും ഒന്നുമില്ല, ദാസനും സ്വതന്ത്രനും ഒന്നുമില്ല, ആണും പെണ്ണും ഒന്നുമില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തു യേശുവിൽ ഉള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളും വാഗ്ദത്ത പ്രകാരം അവകാശികളും. പുതിയ ആകാശം, പുതിയ ഭൂമിയുടെ അവകാശം, രൂപാന്തര ശരീരത്തിൻ്റെ അവകാശം, 1000 ആണ്ട് വാഴ്ചയിലെ അവകാശം, അത് നമുക്കാണ് കിട്ടുന്നത്. മനസ്സിലായോ? കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ഈ ലേഖന പഠനത്തിലൂടെ നമുക്ക് കിട്ടും. അടുത്ത ഞാൻ 21-ാം വാക്യത്തിലേക്ക് വരാം. പ്രസക്തമായ വേദഭാഗത്തിലേക്ക് വരിക. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, അവിടെ നിൽക്കട്ടെ. ഗലാത്യ സഭയിലും ന്യായപ്രമാണത്തിൽ കീഴിരിക്കാൻ ഇച്ഛിക്കുന്നവരുണ്ടായിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും ന്യായപ്രമാണത്തിൽ കീഴിരിക്കാൻ ഇച്ഛിക്കുന്നവരുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടെയ്നർ കണക്കിന് കിടപ്പുണ്ട്. പാസ്റ്റർമാരുണ്ട്, വിശ്വാസികളുണ്ട്. അവരോടെല്ലാം പറയുകയാണ്, ന്യായപ്രമാണത്തിൽ കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലവോ എന്നോട് പറവിൻ. പൗലോസിന്റെ പഠിപ്പിക്കൽ കേട്ടു. അതിൻ്റെ ആ പഠിപ്പിക്കലിന്റെ ശൈലി കേട്ടോ, എത്ര മനോഹരമാണ്. ഇനി ഇതിൽ കൂടുതൽ ആര് പഠിപ്പിക്കണം? ഇനി പത്രോസിന് പഠിപ്പിക്കാൻ പറ്റത്തില്ല, യോഹന്നാൻ അപ്പോസ്തലന് പറ്റത്തില്ല, യാക്കോബ് അപ്പോസ്തലന് പറ്റത്തില്ല, യൂദയ്ക്ക് പറ്റത്തില്ല, മറ്റൊരു അപ്പോസ്തലനും പറ്റത്തില്ല. കാരണം അവരൊക്കെ മീൻ പിടിച്ച് നടക്കുന്നവരെ. ഇദ്ദേഹം അതല്ല, യഹൂദ റബ്ബിയ, ന്യായപ്രമാണം അരച്ചയിലേക്ക് കുടിച്ചവനാ, ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം മുടിനാരികരി പഠിച്ചവനാ. അപ്പോൾ ആ ന്യായപ്രമാണത്തിന്റെ തെറ്റും ശരിയും തിരുത്തിത്തരാൻ പൗലൂസിനൊപ്പം ഒരാള് വേദപുസ്തകത്തിലില്ല. ആ പൗലൂസാണ് ന്യായപ്രമാണത്തിന്റെ അടിവ് നുഖത്തിൽ കിടന്ന മനുഷ്യരെ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നത്. ഇന്ന് ന്യായപ്രമാണം ആർക്ക് ലഭിച്ചു? റോമർ 3:19 പഠിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാണ്. അതാരാ? യഹൂദജാതി. എങ്ങാണ്ട് കിടന്ന പന്ന ജാതികളായ ഈ ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വശുതാംശം പ്രാപിച്ച്
ജാതി അനുഭവത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് വന്നിരിക്കുന്നവർക്ക് ന്യായപ്രമാണം ആർക്കാ? ഇവർക്കെന്താ ന്യായപ്രമാണം? ഇവർക്ക് ന്യായപ്രമാണമുള്ള ബന്ധം എന്താന്നേ? ശുദ്ധൊരു കഷ്ടമായി. നമ്മുടെ ന്യായപ്രമാണമായിട്ട് എന്ത് ബന്ധം? ന്യായപ്രമാണം യഹൂദന്മാർ കൊടുത്തതല്ലേ? യഹൂദന്റെ അയൽവക്കത്തിരിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? യഹൂദൻ കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം ജാതികളാണ്. ആ ജാതികളാകുന്ന നമുക്ക് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇന്ന് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഗലാത്യർ 6:2. നമുക്കുള്ള പ്രമാണം ക്രിസ്തുവിന്റെ ന്യായപ്രമാണമാണ്. അവർക്കുള്ളത് മോശയിക ന്യായപ്രമാണമാണ്. മോശയിക ന്യായപ്രമാണം അനുസരിക്കേണ്ടവൻ അതനുസരിച്ചോട്ടെ. നമ്മളെന്തിനാ അതിൻ്റെ ഇടയിൽ ചെന്ന് കയറുന്നത്? ഈ പണ്ടാരനും പറഞ്ഞില്ല, വഴിയെ പോണ നായുടെ ചെവി പിടിച്ചാൽ എന്ത് പറ്റും? അത് വെച്ച് കടിച്ചു തരും. പിന്നെ കിടന്ന് അയ്യോ അയ്യോ വിളിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി മറ്റൊന്നാണ്, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി വേറൊന്നാണ്. ഇത് രണ്ടും നമ്മൾ ചേരത്തില്ല. കോടിത്തുണിക്കണ്ടം പഴത്തുണിക്കണ്ടം തമ്മിൽ ചേർത്ത് തുന്നിയാൽ ചീന്തിപ്പോകും, ചീന്തൽ വലുതാകും. പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും. ഈ രണ്ട് പഠനങ്ങളും ന്യായപ്രമാണവും പുതിയ നിയമം കൂടിയുള്ള പ്രമാണം ഇട്ട് കൂട്ടി പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള വെളിവില്ലാത്തവനൊക്കെ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയ പിന്നെ എന്തോ ചെയ്യും വിശ്വാസികൾ? അതുകൊണ്ട് ഗലാത്യ ലേഖനം വായിച്ച് പഠിച്ച് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രസംഗിക്കുന്നവരുടെ കീഴിൽ ശിക്ഷപ്പെട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പുസ്തകം കൈകൊണ്ട് തൊട്ടാൽ നീ ജനത്തെ അടിമനുഭവത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷകനായിത്തീരും. നിനക്കും നരകം, നീ നടത്തുന്ന ജനത്തിനും നരകം. യാതൊരു സംശയമില്ല, ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു വയ്ക്കുക. ഇതിനൊരു മയവും ഇല്ല മായവും ഇല്ല. എന്തിനു മയപ്പെടണം? എന്തിനു മയപ്പെടുത്തണം? എന്തിനു മായം ചേർക്കണം? രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാനല്ലേ പത്രോസ് പറയുന്നേ? ഈ മായം ചേർത്ത് കൊടുത്ത് 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 ജനം മുഴുവൻ നശിച്ചില്ലേ? പ്രത്യാശയുള്ള വിശ്വാസികൾ ഇന്ന് ഭൂമുഖത്തുണ്ടോ? വിശ്വാസമുള്ള വിശ്വാസികൾ ഇന്ന് ഭൂമിയിലുണ്ടോ? സന്തോഷമുള്ള വിശ്വാസികൾ ഇന്ന് ഭൂമിയിലുണ്ടോ? ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ ഇന്ന് ഭൂമിയിലുണ്ടോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ ഭൂമിയിലുണ്ടോ? രക്ഷിക്കപ്പെട്ടവരുണ്ട്, സ്നാനപ്പെട്ടവരുണ്ട്, പരിശുദ്ധാംശം പ്രാപിച്ചവരുണ്ട്. ഞാൻ ഈ പറയുന്ന കാറ്റഗറിപ്പെട്ടവരൊന്നുമില്ല. അതൊക്കെ അവർ ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുക. രക്ഷാസ്നാനം, വിശുദ്ധി, വേർപാട്, അഭിഷേകം, ഇതൊക്കെ ട്രാക്കിൽ കയറി ഓടാൻ നിൽക്കുന്ന ഒരു ഓട്ടക്കാരന് തുല്യമാണ്. ഇനി അവിടെ നിന്ന് ഓടണം. ഓട്ടം ക്രിസ്തീയ ജീവിതം. നല്ലപോലെ വെറുതെ ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തുന്ന പൗലോസ് പറയുന്ന അതേ സ്റ്റേജിലേക്ക് ഒരു പുതിയ നിയമ വിശ്വാസി വരണം. അല്ലാതെ നമുക്ക് രക്ഷയില്ല. ഊഹാഭോഗങ്ങളും വല്ലവരും പറയുന്നതൊക്കെ കേട്ട് അബദ്ധത്തിൽ ചെന്നിയാടരുത്. ന്യായപ്രമാണത്തിൽ കീഴിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ കേൾപ്പീൻ. എന്നോട് പറവിൻ, അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ.